അസ്സലാമു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ മസ്നവി സഹറേഷ്കിന്റെ തുടർച്ചയുള്ള അടുത്ത ഭാഗം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച മസ്നവി സഹറേഷ്കിന്റെ ആദ്യത്തെ പിസ്ത് അവലും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ പിസ്ത് ദുവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മസ്നവി സഹറേഷ്കിന്റെ 4ാം ഭാഗത്തിലാണ്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പഠിച്ചു ഷൗക്കിന്റെ വീടിന്റെ പരിസരത്ത് ഒരു സമ്പന്നനായ ഒരു കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു. ഈ കച്ചവടക്കാരന് ഒരു സുന്ദരിയായ ഒരു മകൾ ഉണ്ടായിരുന്നു. ആ മകളുടെ ഓരോ ഗുണവിശേഷങ്ങൾ നമ്മൾ പഠിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു, പിന്നെ ഈ കഥ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ആരംഭിക്കുമ്പോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശേഷം നമ്മൾ 2 കഥാപാത്രങ്ങൾ, ഒന്ന് സൗദാഗറും അതുപോലെ തന്നെ ഷൗക്കും, മറ്റൊന്ന് ഈ മെഹജുദ്ദീൻ, ആ സുന്ദരിയായ സ്ത്രീ, ആ പെൺകുട്ടി, അവരെ കുറിച്ച് 3 ആളുകളെ കുറിച്ചുള്ള വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് കഥ എന്ത് ചെയ്യാണ്, ഇപ്പോ സീൻ എന്ത് ചെയ്യാണ്, അഭിനയം എന്ത് ചെയ്യാണ്, തുറത്തുകയാണ്. ആ തുറത്തിന് മുമ്പിലത്തെ ഉള്ള ആ മന്ത്രനികാരി, അപ്പോഴത്തെ ആ പശ്ചാത്തലം അത് നമ്മൾ എന്ത് ചെയ്തു, വിവരിച്ചു കഴിഞ്ഞു. എങ്ങനെയായിരുന്നു, പിന്നെ ആകാശം മുഴുവനും മൂടി, പെട്ടെന്ന് എങ്ങും എന്താണ് ഇരുട്ട് മൂടിക്കെട്ടിയിരിക്കുകയാണ്. ഇരുട്ട് പോലെ എന്ത് ചെയ്തു, മൂടിക്കെട്ടിയിരിക്കുകയാണ്. ആ അവസരത്തില് ആകാശം മഴ നന്നായിട്ട് എന്ത് ചെയ്തു, വർഷിച്ചിട്ട് എന്ത് ചെയ്തു, ആകാശം പെട്ടെന്ന് തെളിഞ്ഞു. ആകാശത്ത് മഴവിൽ പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ തന്നെ എന്താണ്, എങ്ങും നല്ല ശാന്തമായ അന്തരീക്ഷം. പക്ഷെ ഈ സമയത്ത് ഷൗക്കിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, ഈ അസ്വസ്ഥത ആലസ്യം തീർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മച്ചിന്റെ മുകളിലേക്ക് കയറി അവിടെ ചുറ്റുമുള്ള ആ കാഴ്ച കാണാൻ അദ്ദേഹം എന്ത് ചെയ്തു, തുടങ്ങി. ഇതാണ് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, കഥ എന്ത് ചെയ്തത്, അവസാനിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ, ഇനി അവിടെ നിന്നാണ് എന്ത് ചെയ്യണത്, പിന്നെ അതേ 4 ഭാഗത്ത് എന്ത് ചെയ്തു, 4 ഭാഗത്തും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഷോക്ക് ഇപ്പൊ എന്ത് ചെയ്യാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹം എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ് അല്ലെ. ഇപ്പോഴത്തെ നമ്മുടെ സീൻ, നമ്മുടെ ചിത്രത്തിൽ എന്താണ്, മഴ തിമിർത്ത് പെയ്തതിന്റെ അന്തരീക്ഷം, ആകാശത്ത് മഴവില്ല്, അതുപോലെ തന്നെ എന്താണ്, നിങ്ങും ഒരു ശാന്തമായ അന്തരീക്ഷം. പക്ഷെ ഷൗക്ക് എന്താണ്, അസ്വസ്ഥനായിരുന്നു. അസ്വസ്ഥനായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഉലാത്താണ്. അദ്ദേഹത്തിന് മെല്ലെ മെല്ലെ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് നല്ല സമാധാനം, സ്വസ്ഥത വരാൻ എന്ത് ചെയ്യുന്നു, തുടങ്ങിയിരിക്കുന്നു. ഇതാണ് നമ്മളിപ്പോ പറഞ്ഞു വെച്ച് നിർത്തിയ ആ സ്ഥലം അല്ലെ. ഇനി നോക്കാം അടുത്ത ഭാഗം എന്താണ് നോക്കാം. देखा एक देखा एक समत जो उठा के नजर सामने थी वो दुखते सौदागर 7 अंजोलियां भी 3-4 देखती थी वो आसमान की बहार बाम से कुछ उतरती जाती थी चुहले आपस में करती जाती थी रह गई अकेली वो गुलरू निगरान सैर को हुई अरसू हुई मेरी जो उसकी 4 निगाह मुंह से बेसाख्ता निकल गई आ हाले दिल का कहा नहीं जाता खूब संभला नहीं गुश आ जाता न हो अगर कलाम माफी माबीन रूह आलिम में हो गई बेचैन तेरी उल्फत जो ती लगी कारी अश्क से बेसाख्ता होए जारी सामने वो खड़ी थी माही मुनीर चुप खड़ा था मैं सूरत तस्वीर ताब नजारा इतनी ला न सका के इशारे से भी बुला न सका देखता उसको बार बार था मैं महवे उसने जमाले यार था मैं गो में रोके हुई है हजार रहा दिल पर लेकिन न इख्तियार रहा इस सूरत से हो गई जब शाम लाई एक उसके एक कनीज प्याम. അപ്പൊ ഇത്രയാണ് നമ്മള് ഈ ക്ലാസ്സിൽ എടുക്കുന്നത്. ഏകദേശം ഒരു 12 വരി ഉണ്ട്. ഈ 12 വരി നമ്മൾ എന്ത് ചെയ്യണം, വളരെ മനോഹരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇന്ന് പഠിക്കണം. ഓക്കെ, തുടങ്ങാം. അപ്പോ ഇതിന്റെ ഓരോ വരികൾ നമ്മൾ പറയാണ്ടോ. 12 വരി. ഈ 12 വരിയാണ് ഇന്ന് ദേക്ക മുതൽ ഈ സൂറത്തുമേ എന്നുള്ള ഇതുവരെയുള്ള ഈ ഭാഗമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദേക്ക എന്നാണ്, ദേക്ക കഥ തുറന്നട്ടോ. ദേക്ക एक समत जो उठा के नजर सामने थी वो दुखते सौदागर सामने थी ദുഖ്തേ സൗദാഗർ അല്ലെ. ഇതിലെന്താ ഒരു വാക്കുമില്ല നിങ്ങൾക്ക് അറിയാത്തത് അല്ലെ, സൗദാഗർ. ദേക്ക ഏക് സംത്, സംത് ട്ടോ. ഇവിടെ നിങ്ങൾ ബുക്കിൽ സിംത് ആയിരിക്കും, നിങ്ങൾ എന്ത് ചെയ്യണം, സംത് എന്ന് വായിക്കണം. ഓക്കെ, ദേക്ക ഏക് സംത് ജോ ഉഠാക്കെ നസർ. ദേക്ക നോക്കി, ഏക് സംത് ഒരു ഭാഗത്ത്, തറഫ്. സംത് എന്ന് പറഞ്ഞാല് തറഫ്,
ഊർ അല്ലെ. ദേക്കാ എക് സംത് ജോ ഉഠാക്കെ നസർ, കണ്ണു ഉയർത്തിയിട്ട് ഒരു ഭാഗത്തേക്ക് നോക്കിയപ്പോൾ, ജോ എന്ന് പറഞ്ഞാൽ ജബ് എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ ഉഠാക്കെ നസർ ഉഠാക്കെ ദേക്ക, നസർ കണ്ണു ഉയർത്തിയിട്ട് നോക്കി അല്ലെ. ജോ ഉഠാക്കെ നസർ ദേക്ക എക് സംത് നസർ ഉഠാക്കെ ദേക്ക, ഇങ്ങനെയാണ് ഇതിന്റെ ശരിയായ ഓർഡർ കേട്ടോ. എന്താണ് ഏക് സംത് നസർ ഉഠാക്കെ ജോ ദേക്ക, നോക്കിയപ്പോൾ. ഷോക്ക് എന്ത് ചെയ്യാണ്, ഇങ്ങനെ തട്ടുമുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യാണ്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്ത് ചെയ്യാണ്, പിന്നെ നടക്കുകയാണ്. തന്റെ അസ്വസ്ഥത എന്ത് ചെയ്യാൻ വേണ്ടി, ക്ഷമിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉലാത്തുകയാണ്. ഈ സമയത്ത് അദ്ദേഹത്തിന് കണ്ണു പോയിക്കാണ്. എന്താ സന്ദർഭം കേട്ടോ, നസർ, കണ്ണു ഉയർത്തിയിട്ട് അദ്ദേഹം ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്ത് നോക്കിയപ്പോൾ എന്താ കാണുന്നത്, സാമ്യത്തി, മുമ്പിൽ ഉണ്ടായിരുന്നു ആര്, ദുഖ്ത്. ദുഖ്ത് എന്ന് പറഞ്ഞാൽ ദുഖ്തർ, നമ്മൾ പഠിച്ചില്ലേ ദുഖ്തർ എന്ന് പറഞ്ഞാൽ എന്താണ്, ദുഖ്തർ പറഞ്ഞാല് ബേട്ടി. ദുഖ്തർ, ദുഖ്തെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഷോർട്ട് ഫോം ആണ്. ദുഖ്തെ സൗദാഗർ എന്ന് പറഞ്ഞാലും ആ കച്ചവടക്കാരന്റെ മകൾ മുമ്പിലുണ്ടായിരുന്നു. ഇങ്ങനെ നോക്കി ഇങ്ങനെ അതേ നാലുപുറം ഇങ്ങനെ എന്ത് ചെയ്യാണ്, നമ്മളെന്ത് ചെയ്യും, ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അസ്വസ്ഥനാണ്, നമ്മൾ പഠിച്ച ഒരുപാട് നേരം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇരിക്കുമ്പോൾ നാലുപുറം എന്ത് ചെയ്യും, ഉച്ചക്കിലേക്ക് നോക്കിക്കഴിഞ്ഞ് കുറച്ചേരം ഇരുന്നാൽ നമുക്ക് എന്താ സമാധാനമാവും. ഈ സന്ദർഭത്തില് അദ്ദേഹം എന്ത് ചെയ്തു, നസർ, കണ്ണു ഉയർത്തിയിട്ട് അദ്ദേഹം ഒരു ഭാഗത്തേക്ക് നോക്കിയപ്പോൾ, സാമ്നെ തീ വോ ദുഖ്തെ സൗദാഗർ, മുമ്പിലുണ്ടായിരുന്നു ആ മകൾ, ആരുടെ, സൗദാഗർ, ദുഖ്തെ സൗദാഗർ, അദ്ദേഹത്തിന് മുമ്പിൽ ഇങ്ങനെ ഇത് ഉണ്ടായിരുന്നു, വന്നുപെട്ടു. മനസ്സിലായില്ലേ. ഇവരെന്താ ചെയ്തിരുന്നത്, അവരെന്താ ചെയ്തിരുന്നത്, ആ സൗദാഗറിന്റെ മകൾ ദുഖ്തറെ സൗദാഗർ എന്താ ചെയ്തിരുന്നത്, സാത്ത് പറഞ്ഞാല് ഒപ്പം, ഒപ്പം, ആരോടൊപ്പം, ഹം ജൂലിയ എന്താണ്, ഹം ജൂലിയ ബി തി, സാത്ത് ജൂലിയ ബി തി ദോച്ചാർ എന്നാണ്, ദോച്ചാർ. ഈ ദോച്ചാർ പറഞ്ഞാൽ കുറച്ച്, ഒന്ന് രണ്ട് നമുക്ക് പറയല്ലേ, കുറച്ച്. അംജൂലിയ എന്ന് പറഞ്ഞാല് കൂട്ടുകാരികൾ, സഹേലിക്കാണ് എന്ത് പറയുക, അംജൂലി എന്ന് പറയാം കേട്ടോ. സാത്ത് ഹംജൂലിയ ബി തി ദോച്ചാർ, കുറച്ച് കൂട്ടുകാരികളും ഉണ്ടായിരുന്നു. അവരെന്താ ചെയ്യണറിയോ, എന്താണ്, എന്താ കണ്ടിരുന്നത്, वो आसमान की बहार അല്ലെ. അവരെന്ത് നോക്കായിരുന്നു, എന്താ നോക്കിയിരുന്നത്, ആസ്മാൻ കി, അവരെന്താ നോക്കിയിരുന്നത്, ആസ്മാൻ കി ബഹാർ, ആകാശത്തിന്റെ വസന്തം, ആകാശത്തിന്റെ ആ സൗകുമാര്യത അല്ലേ. മഴ പെയ്ത് നല്ല തിമിർത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പോഴത്തെ അന്തരീക്ഷല്ലേ, പൂമ്പാറ്റകൾ ഇങ്ങനെ പാറി നടക്കും, അതുപോലെ തന്നെ പക്ഷികൾ ഇങ്ങനെ കളകാരവും, അതുപോലെ തന്നെ നല്ല കുളിർമയുള്ള കാറ്റ്, അതുപോലെ തന്നെ മൊത്തം എന്താണ്, ഒരു നല്ലൊരു മോശം എന്താണ്, സുഹാന ആയിരിക്കും അല്ലെ. ആ സമയത്ത് വളരെയധികം മനോഹരമായ ഒരു അന്തരീക്ഷമായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക അല്ലെ. അപ്പൊ ഇവരെന്താ ചെയ്തിരുന്നത്, സാത്ത് ഒന്ന് രണ്ട് കുറച്ച് കൂട്ടുകാരികളും അവളോടൊപ്പം ഉണ്ടായിരുന്നു. ആരോടൊപ്പം, ആ സൗദാഗരന്റെ മകളോടൊപ്പം. എന്നിട്ട് അവരെന്താ ചെയ്തിരുന്നത്, നോക്കുകയായിരുന്നു, എന്ത് നോക്കിയായിരുന്നു, ആസ്മാൻ കി ബഹാർ, ആകാശത്തിന്റെ വസന്തം, ആ സൗകുമാരികത അവരെന്ത് ചെയ്യായിരുന്നു, നോക്കുകയായിരുന്നു. ആ സമയത്താണ് ഇവന്റെ കണ്ണിൽ എന്ത് ചെയ്ത് ആര് പെട്ടിരിക്കണത്, ദുഖ്തറെ സൗദാഗർ വന്നപ്പെട്ടിരിക്കുന്നത്. നോക്കാം അടുത്തത്, ബാംസെ കുച്ച് ഉതിർത്തി. ഇവരെന്താ ചെയ്യണ, ചിലവരെന്താ ചെയ്യണത്, ബാംസെ കുച്ച് ഉതിർത്തി ജാത്തി തീ, കുച്ച് ഉതിർത്തി ജാത്തി തീ, ഉതിർത്തി ജാതി തീ. ചിലവരെന്ത് ചെയ്യുന്നു, ബാമാണ് തട്ടുംപുറം അല്ലെ, തട്ടുംപുറത്ത് ചത്ത് അല്ലെ, തട്ടുംപുറത്തുനിന്ന് ചില ആളുകൾ എന്ത് ചെയ്യുന്നു, ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ചില പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നു, പിന്നെ വേലക്കാരികൾ അല്ലെങ്കിൽ കൂട്ടുകാരികൾ എന്ത് ഇറങ്ങുന്നു, ഓടി കയറി. നമ്മൾ കണ്ടില്ലേ, പെൺകുട്ടികളൊക്കെ ആൺകുട്ടികളെ എല്ലാവരും കുട്ടികളൊക്കെ എന്താവുന്നതാണ്, മഴ പെയ്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഓടിക്കളിക്കും, അങ്ങോട്ട് ഓടിക്കളിക്കുന്നുണ്ടാവില്ലേ. അതേമാതിരി ബാംസെ ഉതിർത്തി ജാതി തീ, തട്ടുംപുറത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു കുറച്ചാളുകള്. പിന്നെ ചുഹലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ചുഹലൈൻ എന്ന് പറഞ്ഞാൽ ഒച്ചപ്പാട്, ആരവം. ചുഹലൈൻ പാപസ്മേ കർത്തി ജാതി തീ, കർത്തി
ജാതി തീ എന്ന് പറഞ്ഞാല് ബാംസെ കുച്ച് ഉതിർത്തി ജാതി തീ. ചില അംജോലിയാൻ അവര് സൈഡിലെ കൂട്ടുകാരൻ എന്ത് ചെയ്യുന്നു, തട്ടുംപുറത്തുനിന്ന് ഇങ്ങനെ കോണിപ്പടിയുടെ ഇറങ്ങി ഉറങ്ങുമായിരുന്നു. ചിലവര് ചുഹൽ എന്ന് പറഞ്ഞാല് നമ്മൾ കല്യാണ വീട്ടില് സന്തോഷം ഉണ്ടാകുമ്പോ അവിടെ ആളുകൾ സംസാരിക്കൂലെ, അപ്പുറം അങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് സംസാരിക്കൂലേ, ആരവം എന്ന് പറയും. ചുഹലയും കാരണം എന്ന് പറഞ്ഞാൽ ആരവം ഉണ്ടാക്കും, ഒച്ചപ്പാട്, സന്തോഷം കൊണ്ടുള്ള ഒരു ഒച്ചപ്പാടുണ്ടാവൂലേ. കുട്ടികള് സാർമാര് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഒക്കെ പാടേണ്ട ഒരു ഇതുണ്ടാകും, ഒച്ചപ്പാടുണ്ടാകൂലേ, അതിനെന്താ പറയാ, ചുഹൽപ്പ എന്ന് പറയും. ആരവം എന്ന് പറയുന്നതാണ് സന്തോഷം കൊണ്ടുള്ള ഒച്ചപ്പാട് കേട്ടോ. ചുഹലെ ആപസ്മേ പരസ്പരം നീ ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരുന്നു. ചിലവർ അങ്ങോട്ട് ഉണ്ടാക്കും, ഇങ്ങോട്ട് ഒച്ച ഉണ്ടാക്കിയിട്ടില്ല. ചുഹലെ ആപസ്മേ പരസ്പരം കർത്തി ജാതി. ചില ആളുകൾ എന്ത് ചെയ്യുന്നു, പരസ്പരം പരസ്പരം ചെയ്യുന്നു, പരസ്പരം ചുഹലെ കർത്തി ജാതി. അപ്പൊ നമ്മൾ ചോദിക്കും ഉതിർത്തി ജാതി കർത്തി ജാതി ഇതിനൊക്കെ എന്താണ്ട് ആദ്യമായിട്ട് കേൾക്കാണല്ലോ. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു പിന്നെ എന്താണ്, കൊണ്ടേയിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിനാണ് എന്ത് പറയുന്നത്, കർത്തി ജാതി അല്ലെങ്കിൽ എന്താണ് ഉതിർത്തി ജാതി എന്ന് പറയാം കേട്ടോ. ഓക്കെ, ബാംസെ കുച്ച് ഉതിർത്തി ജാതി തീ. ചില ജൂലിയ എന്ത് ചെയ്യുന്നത്, പിന്നെ തട്ടുംപുറത്ത് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. മറ്റു ചിലരോ പരസ്പരം എന്ത് ചെയ്യുന്നു, ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടോ രഹ ഗയി, ഈ സമയത്താണ് കേട്ടോ രഹ ഗയി അക്കേലി രഹ ഗയി അക്കേലി. वो गुलरू अकेली रह गई, निगरान सर को होई हरसो. निगरान सर को होई ഹർസു. നോക്കൂ, രഹഗയി. അപ്പൊ ഇവരെന്തെങ്കിലും ചിലവരെ ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കും, ചിലവരെ തട്ടുമ്പുറത്തും താഴ്ത്തി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവർ പരസ്പരം ചെയ്യുന്ന ഒച്ചപ്പാടും അതുപോലെ ബഹളങ്ങളും എന്ത് ചെയ്യാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചിലവരെന്ത് ചെയ്യുന്നു, ആകാശത്തിൽ എന്ത് ചെയ്യുന്നു, വസന്തം എന്ത് ചെയ്യുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലെ, സുകുമാരിത. ഈ സമയത്തില് രഹഗയി അക്കേലി ഗുൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗുൽ പുഷ്പം, റു എന്ന് പറഞ്ഞാല് മുഖം, പുഷ്പം പോലെ മുഖം എന്ന് പറഞ്ഞാല് അതിനർത്ഥം എന്താണ്, മെഹ്ജബീൻ എന്നാണ് അതിന്റെ അർത്ഥം. മെഹ്ജബീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഖുബ്സൂരത്തിലടുക്കി. എന്താണ് ഖുബ്സൂരത്തിലടുക്കി എന്ന് പറഞ്ഞാൽ എന്താണ്, ഹസീന എന്ന് പറഞ്ഞാലും സുന്ദരി. അപ്പൊ എത്ര ഒരുപാട് വാക്കുകൾ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ എന്താ പറഞ്ഞത്, രഹഗയി അക്കേലി ഒറ്റക്കായി തീർന്നു. അക്കേലി രഹഗയി എന്ന് പറഞ്ഞാൽ ഒറ്റക്കായി തീർന്നു. റു ആര്, ആ സുന്ദരി പറഞ്ഞാല് സൗദാഗർ കീ ലടുക്കി, ദുഖ്തറെ സൗദാഗർ അല്ലെ, ഒറ്റക്കായി തീർന്നു. അപ്പോ അവിടെ എന്ത് ചെയ്തു, നിഗരാൻ നോക്കുക, സേർക്കോ ആനന്ദിക്കാൻ, നിഗരാൻ ഹോയി ആയി എന്തായത്, ഹർസു. സു എന്ന് പറഞ്ഞാലും തൊറഫ് എന്നാണ് അർത്ഥം. തൊറഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചില്ലേ, എന്താണ് തൊറഫ് എന്ന് പറഞ്ഞ, സു എന്ന് പറഞ്ഞാല് തൊറഫ് എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് രഹഗയി അക്കെ സംത്ത് അല്ലേ, എവിടെ പഠിച്ച് സംത്ത് പറഞ്ഞാൽ എന്താണ്, ഭാഗം. ഊർ എന്ന് പറഞ്ഞാലോ അതും ഭാഗം. തൊറഫ് എന്ന് പറഞ്ഞാലോ അതും ഭാഗം. പിന്നെ തൊറഫിന് പുതിയൊരു വാക്കാണ് നമ്മളിപ്പോ പഠിച്ചത്, ഇത് സു. ഹർസു എന്ന് പറഞ്ഞാൽ എങ്ങും, 4 ഭാഗം. ഹർസു നിഗരാൻ ഹോന എന്ന് പറഞ്ഞാൽ നോക്കുക. നിഗരാൻ ഹോന എന്ന് പറഞ്ഞാല് നോക്കുക എന്നതിന്റെ അർത്ഥമാണ് നിഗരാൻ ഹോന എന്ന് പറഞ്ഞാൽ. ആ പുഷ്പം പോലുള്ള മുഖമുള്ള ആ സുന്ദരി എന്ത് ചെയ്തു, ഒറ്റക്കായി തീർന്നു. ആ സമയത്ത് നിഗരാൻ ഹോയി, എന്തിന്, സേർക്കോ നിഗരാൻ ഹോയി എന്ന് പറഞ്ഞാല് അർസു സേർക്കോ നിഗരാൻ ഹോന എന്ന് പറഞ്ഞു. നിഗരാൻ ഹോന എന്ന് പറഞ്ഞാല് നോക്കി. നിഗരാൻ ഹോയി സേർക്കോ അർസു, 4 ഭാഗത്തേക്കും. സേർക്കോ എന്ന് പറഞ്ഞാൽ ആനന്ദിക്കുന്നതിന് വേണ്ടി. സേർ എന്ന് പറഞ്ഞാൽ ആനന്ദം, നമ്മൾ പഠിച്ചില്ലേ. സേർഗാവ് എന്ന് പറഞ്ഞാലോ ആനന്ദിക്കുന്ന സ്ഥലം, അതായത് ടൂറിസ്റ്റ് കേന്ദ്രം അല്ലെ. അപ്പൊ പിന്നെ എന്താ പറഞ്ഞത്, സേർക്കോ നോക്കുന്നതിന് വേണ്ടി, ആനന്ദിക്കുന്നതിന് വേണ്ടിയിട്ട് 4 ഭാഗത്തേക്കും കണ്ണം ചെയ്തു ഇങ്ങനെ ഓടിച്ചു. ഹർസു നിഗരാൻ എന്ത് ചെയ്തു, 4 ഭാഗത്തേക്കും. നിഗരാൻ ഹർസു ഓന എന്ന് പറയുന്നതാണ്, ഹർസു ഓന നിഗരാനെ ഹർസു എന്ന് പറഞ്ഞ കണ്ണ് 4 ഭാഗത്തേക്കും വായിച്ചു. എന്തിനു വേണ്ടിയിട്ട്, സേർക്കൊന്ന് ആനന്ദിക്കാൻ, മൊത്തത്തിൽ ആനന്ദിക്കാൻ വേണ്ടിയിട്ട് 4 ഭാഗം ചെയ്തു ആരായി, നിഗരാൻ. മനസ്സിലായോ, കണ്ണ്. നോക്കൂ, ഇനി അടുത്ത് എന്താണ് സംഭവിക്കുന്നത്, ഹോയി. ആ സമയത്താണ് സംഭവിക്കട്ടോ, നല്ലൊരു ശ്രദ്ധിക്കണേ. ഹോയി ആയി, എന്തായി,
മേരി എന്റെയും, ജോ അപ്പോൾ, ഉസ്കി അവളുടെയും, എന്തായി ചാർ നിഗാഹ് നിഗാഹ് അടിയിൽ ഇവിടെ എഴുതുന്നുണ്ട്, നമ്മള് ഇവിടെ കുറച്ച് എഴുതാണ്ട്. നിഗാഹ് മുഹ്സെ ബേസാഖ്ത നിക്കൽ ഗയി, മുഹ്സെ ബേസാഖ്ത നിക്കൽ ഗയി എന്ന് പറഞ്ഞാണ് ഹോയി മേരി 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 എന്റെയും അവളുടെയും, ഹൂയി ആയി മേരി എന്റെയും അവളുടെയും, നിഗാഹ് ചാർ. ഇവിടെ നമ്മൾ ഇതിന്റെ ഓർഡർ എങ്ങനെ അറിയോ? നേരെ നോക്കിക്കോട്ടില്ലേ. ജോ ജോ മേരി ഉസ്കി നിഗാഹ് ചാർ ഹോയി. എങ്ങനെയാണ് നോക്കേണ്ടത്? ജോ എന്റെയും അവളുടെയും കണ്ണ് നാലായപ്പോൾ, നാലാവുക എപ്പോഴാണ്? പിന്നെ എപ്പോഴും നാല് കണ്ണ്, പിന്നെ കണ്ണ് നാലാവുക എപ്പോഴാണ്? പരസ്പരം കണ്ടുമുട്ടുക. നമ്മുടെ ഒരു കണ്ണ്, അതുപോലെ തന്നെ ഉദാഹരണം നിഗാഹ് ചാർ ഹോന, ആംഗേൻ ചാർ ഹോന, ഉദാഹരണം പറയാറുണ്ട്. ആംഗേൻ ചാർ ഹോന എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗേൻ ചാർ ഹോന എന്ന് പറഞ്ഞാൽ നോക്കുക എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ നിഗാഹ് ചാർ ഹോന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നോക്കുക എന്നാണ് അർത്ഥം. പിന്നെ എന്റെയും അവളുടെയും കണ്ണുകൾ നാലായി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഞങ്ങൾ പരസ്പരം എന്ത് ചെയ്തു? കണ്ടുമുട്ടി. എപ്പോഴാണ് നിഗാഹ് ചാർ, എപ്പോഴാണ് ആവുക? രണ്ടുപേരുണ്ടാവുമ്പോ അല്ലെ? കണ്ണ് എപ്പോഴാണ് നാലെണ്ണാവുക? ഒരാളുടെ കണ്ണ് രണ്ടെണ്ണമുള്ളൂ, വേറെ ആളുകൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് എന്തുണ്ടാവുക? നാല് കണ്ണാവുക അല്ലെ? അപ്പൊ ഈ നാല് കണ്ണാവുക എന്ന് പറഞ്ഞാൽ ഉറുദുവിൽ എന്താണ് അതിന്റെ അർത്ഥം? പരസ്പരം കണ്ടുമുട്ടുക എന്നാണ്. മുഖത്തോട് മുഖം നോക്കിയിട്ട് ആ കണ്ടുമുട്ടുണ്ടാവില്ലേ, പെട്ടെന്ന് അറിയാതെ നോക്കിയിട്ട് പെട്ടെന്ന് നമ്മുടെ കണ്ണ് എന്ത് ചെയ്യും? അവിടെ നോക്കുന്ന ആളും ഇവിടെ നോക്കുന്ന ആളും പരസ്പരം എന്താവുന്നതാണ്? ഒന്നായി തീരുന്നതാണ് അല്ലെ? ഒരേ ഭാഗത്തേക്കായി പരസ്പരം നേരിട്ട് കണ്ടുമുട്ടും അല്ലെ? അപ്പൊ അതിനാണ് പറയുക നിഗാഹ് ചാർ ഹോന എന്ന് ഉറുദുവില് പറയാം. ഹൂയി മേരി ജോ ഉസ്കി ചാർ നിഗാഹ്. അപ്പൊ നിങ്ങൾ മനസ്സിലായില്ലേ? എന്റെയും അവളുടെയും കണ്ണുകൾ നാലായപ്പോൾ, അതായത് പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ. ജോന്റെ അർത്ഥം എന്താണ്? ജബ് കേട്ടോ, ജബ്. മൂസെ എന്തുണ്ടായത്? മൂസെ മൂസെ എന്ന് പറഞ്ഞാലോ വായിൽ നിന്ന്. മൂസെ വായിൽ നിന്ന് എന്ത് ചെയ്തു? ബേസാഖ്ത ബേസാഖ്ത എന്ന് പറഞ്ഞാൽ സ്വമേധയാ. ബേസാഖ്ത എന്ന് പറഞ്ഞാല് സ്വമേധയാ, സ്പോണ്ടേനിയസ്ലി അല്ലെ? സ്വമേധയാ 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 നിക്കൽ ഗയി പുറത്തു വന്നു. നിക്കൽ മൂസൈ ബാത്ത് ഐസി നിക്കൽ ഗയി പെട്ടെന്നാണ് പുറത്തു വന്നു എന്ന് പറയല്ലേ? നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് പുറത്തു വരുന്നതായി. നിക്കൽ ഗയി എന്ത് പുറത്തു വന്നു? എന്ന് പറഞ്ഞ നെടുവീർപ്പ് എന്ത് ചെയ്തു? പുറത്തു വന്നു. ഇവർ രണ്ടുപേരും പരസ്പരം കണ്ടുപിടി. നമ്മൾ എന്ത് ചെയ്യും? റൊമാൻറ്റിക് സീൻ നമ്മൾ നോക്കിയാൽ മതി. അതിലെന്താ നായകനും നായികയും എന്താണ് പരസ്പരം യാദൃശ്ചികമായിട്ട് എന്തെങ്കിലും കണ്ടുമുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തെ ആ സന്ദർഭം എന്തായിരിക്കും? കറക്റ്റ് സി ജഗ് വഹി മൻസർ പേഷ് ആ രഹി ഹെ. മനസ്സിലായില്ലേ? അതേ ദൃശ്യമാണ് ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? സംഭവിക്കുന്നത്. നോക്കൂ, ഹൂയി മേരി ജോ ഉസ്കി ചാർ നിഗാഹ്. എന്റെയും അവളുടെയും കണ്ണുകൾ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ, അതായത് കണ്ണുകൾ പരസ്പരം എന്ത് ചെയ്തു? കണ്ടുമുട്ടിയാൽ. കണ്ണുകൊണ്ടല്ല ആദ്യം ഉണ്ടാവുക, എന്തുണ്ടാവുക? എന്തുണ്ടാവുക? പ്രണയം ഉണ്ടാവുക അല്ലെ? മൂസെ മൂസെ വായിൽ നിന്ന്. ബേസാഖ്ത ബേസാഖ്ത ഓട്ടോമാറ്റിക്കലി, അതായത് നിയന്ത്രണമില്ലാതെ സ്വമേധയാ നിക്കൽ ഗൈ പുറത്തു വന്നു. എന്ത് പുറത്തു വന്നു? നെടുവീർപ്പ് എന്ത് ചെയ്തു? പുറത്തു വന്നു. നോക്കൂ, ഇങ്ങനത്തെ സംഭവിക്കുന്നത് പുറത്തു വന്നു. അപ്പൊ എന്ത് ചെയ്തു? കണ്ടുമുട്ടി. ഇവർ രണ്ടുപേരും ഇപ്പൊ എന്ത് ചെയ്തു? ഒരു ഇഷ്ടം ഇവർ രണ്ടുപേരുടെയും ഹൃദയത്തിൽ എന്ത് ചെയ്തു? ഉടലെടുത്തു അല്ലെ? നോക്കാം. ഹാലേ ദിൽ കാ എന്താണ്? ഹാലേ ദിൽ കാ കഹാ नहीं जाता हाले दिल का कहा नहीं जाता खुब संभला नहीं गश आ जाता അപ്പൊ എന്താ പറയണത്? ഹാലേ ദിൽ ക. അപ്പൊ പിന്നെ ഷൗക്ക് പറയാണ് ഹാലേ ദിൽ കഹാ നെയ് ജാത്ത. മനസ്സിന്റെ അപ്പോഴത്തെ അവസ്ഥ എന്താണ്? കഹാ നെയ് ജാത്ത, പറയാനാവില്ല. അപ്പൊ കഹാ നെയ് ജാത്ത എന്ന് പറഞ്ഞാല് പിന്നെ എന്താണ്? കഹാ ജാന എന്ന് പറഞ്ഞാല്
സാധിക്കു ജാനക്ക് എന്തർത്ഥമുണ്ട്? സാധിക്കുക എന്നർത്ഥം. സക്കിനയുടെ അർത്ഥം ഏതിനുണ്ട്? ജാനക്കുണ്ട്. ഇവിടെ ജാനിന്റെ അർത്ഥം എന്തല്ല, പിന്നെ പറയപ്പെടുന്നില്ല എന്നല്ല അതിനർത്ഥം, പറയാൻ സാധിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. ഉദാഹരണം പടാ നെയ് ജാത മുജ്സെ, മുജ്സെ എന്നെ കൊണ്ടൊന്നുമല്ല. ഈ കിതാബ് പടി നെയ് ജാതി എന്ന് പറഞ്ഞാൽ പടി നെയ് ജാതി എന്ന് പഠിക്കാൻ അറിയില്ല, വായിക്കാനാവൂല, എന്നെ കൊണ്ട് അല്ലെ വായിക്കാനാവൂല നമ്മൾ പറയാറില്ലേ? അതേപോലെ ആലേ ദിൽ കാ കഹാ നെയ് ജാത, മനസ്സിന്റെ അവസ്ഥ എന്താണെന്നില്ല പറയാനെന്തില്ല, സാധിക്കില്ല. ഖുബ് സമ്പല നെയ് ഗഷ് ആ ജാത, നേരംഗത്തിൽ എന്തില്ല നിയന്ത്രിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നേരംഗത്ത് സമ്പല്ല എന്ന് പറഞ്ഞാൽ സ്വയം നിയന്ത്രിക്കുക, നിയന്ത്രണാവുക. ഖുബ് സമ്പല, ഖുബറ നന്നായിട്ട്, നന്നായിട്ട് വെൽ, വെൽ എന്നർത്ഥട്ടോ. നന്നായിട്ട് സമ്പല്ല എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക, നിയന്ത്രിക്കുക, സ്വയം നിയന്ത്രിച്ചിട്ടില്ല, നന്നായിട്ട് നിയന്ത്രിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്ത് വരുമായിരുന്നു? ഗഷ്, ഗഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോധക്ഷയം, ബേഹുഷി അല്ലെ? ബേഹുഷി, ബേഹുഷി എന്തായിരുന്നു? ആ ജാതി, ബേഹുഷി പറഞ്ഞാല് പിന്നെ ബേഹുഷി, ബോധക്ഷയം, ബോധക്ഷയം ഒന്നും വരുമായിരുന്നു. അപ്പൊ അപ്പോഴത്തെ അവസ്ഥ, ഒരു സമയത്ത് പരസ്പരം കണ്ടുമുട്ടി, കാമുകന്മാര് പരസ്പരം കണ്ടുമുട്ടി, അവരുടെ പ്രണയം ഉടലെടുത്തു. അപ്പോഴത്തെ ആ അവസ്ഥ ഉണ്ടാവൂലേ? ആ അവസ്ഥയിൽ ഷൗക്കിന് എന്താ തോന്നിയത് പറയണത്? ആലേ ദിൽ കാ കഹാ നെയ് ജാത, മനസ്സിന്റെ അവസ്ഥ എന്താണെന്ന് പറയാനാവില്ല. ഖുബ് സമ്പല നെയ് ഗഷ് ആ ജാത, നേരംഗത്തിൽ നിയന്ത്രിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എന്ത് വരുമായിരുന്നേനെ? ഗഷ് ആ ജാത, ബോധക്ഷയം വരുമായിരുന്നേനെ. പിന്നെ അവരുടെ അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അപ്പൊ എന്താ പറയും, ദൂസരെ ആകെ ചാർ ഹോയി, അവരുടെ കണ്ണുകൾ പരസ്പരം എന്ത് ചെയ്തു? കണ്ണുമുട്ടിയപ്പോൾ एक दूसरे बाहम एक दूसरे को देखने लगी तो उस पर क्या कैफियत तारी हो गई थी उसके मंजर निगारी उसकी बयान कीजिए എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതെന്താണ്? ഇത് എഴുതേണ്ടത് കേട്ടില്ലേ? നോക്കൂ, നഹോ 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 അഗർ, അഗർ, അഗർ എന്ത്? അഗർ കലാം, അബു എന്നല്ലോ, അഗർ എന്നോ. കലാം മാ ഫി ബൈൻ, മാ ഫി ബൈൻ, ഫി മാ ബി, ഫി മാ, കലാം ഫി മാ ബി, ഫി മാ ബി, മാ ഫീമാബി, എന്താ ഫീമാബി എന്ന് പറഞ്ഞാല് ഫീ ഇന്നല്ലേ നമ്മള് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാറുണ്ട്. നഹോ, നഹോ ഇല്ലെങ്കിലും, അഗർ, അഗർ ഇല്ലെങ്കിലും, എന്തില്ലെങ്കിലും, കലാം, കലാം പറഞ്ഞാൽ സംസാരം ഇല്ലെങ്കിലും, ആരുടെ ഇടയിൽ? ഫീമാബീൻ പറഞ്ഞാൽ അവർക്കിടയിൽ. ഫീമാ ബീൻ, ബീൻ എന്ന് വെച്ചാൽ വേണ്ടില്ലേ, ബൈൻ നോക്കണ്ട, ഫീമാ ബൈൻ, മാബീൻ, മാബി, ഫീമാബീൻ എന്ന് പറഞ്ഞാല് പരസ്പരം അവർക്കിടയിൽ. ഫീറയിൽ, മാബീൻ പറഞ്ഞാൽ ഇടയിൽ കേട്ടോ. ബീച്ച് മേ, എന്താണ്? ബീച്ച് മേ, അവർക്കിടയിൽ. ബീച്ച് മീൻ എന്ന് പറഞ്ഞാൽ ഇടയിൽ കേട്ടോ. ഫീമാബി എന്ന് പറഞ്ഞാൽ ഇടയിൽ കേട്ടോ. അവർക്കിടയിൽ എന്തെങ്കിലും സംസാരം ഇല്ല എങ്കിലും, അവർ പരസ്പരം സംസാരിച്ചില്ല, കാരണം ആദ്യമായിട്ട് കണ്ടുമുട്ടാണ്, ദൂരത്തുമാണ്, പിന്നെ ഷൗക്കിപ്പോടെ മച്ചിലുമാണ്, പെൺകുട്ടികൾ എല്ലാവരും ഇവിടെ കളിക്കുന്നുണ്ട്, ഇവിടെ ഒറ്റക്കാണ്, ഇവരുടെ കണ്ണ് യാദൃശികമായിട്ട് പരസ്പരം കണ്ടുമുട്ടി, അതിലൂടെ അവർ നീതു പരസ്പരം ആഷിഖോ മാഷിഖ് ഹോ ഗയി പൽക്കെ പൽ അല്ലേ, देखते देखते वो दोनों एक दूसरे के आशिको माशिक हो गए അല്ലേ, नाज़ो नियाज़ी का मरहला आने लगा അല്ലേ, മർഹല ശുറു ഹോ ഗയ. അപ്പൊ എന്താണ്? നോക്കൂ, നഹോ അഗർ, നഹോ അഗർ കലാം ഫീമാ ബീൻ, അവർക്ക് ഇടയിൽ എന്തില്ല? സംസാരം ഇല്ല എങ്കിലും. റൂഹ്, റൂഹ് പറഞ്ഞാല് റൂഹ്, ആത്മാവ് അല്ലെ? ആത്മാവിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ പഠിച്ചുകൊണ്ടില്ലേ? റൂഹിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? ശരീരം. ശരീരത്തിന് ഉറുദുവിൽ എന്താ പറയുക? ജിസ്ം എന്ന് പറയും. ഇവിടെ എന്താണ്? ഉടൽ, ഉടൽ അല്ലെ? പിന്നെ റൂഹ് കാലിബ്മേ, കാലിബ്മേ എന്ന് പറഞ്ഞാല് മനസ്സ്, ആത്മാവ് ഉടലിൽ എന്ത് ചെയ്തു? കാലിബ് എന്ന് പറഞ്ഞാല് ഉടല്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, റൂഹിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ പറയില്ലേ ശരീരം. പറഞ്ഞ ശരീരത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ആത്മാവ്. ആത്മാവിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ശരീരം അല്ലെ? കാലിബ്, കാലിബ് പറഞ്ഞാൽ രൂപം അല്ലെ? രൂപം എന്ന് പറഞ്ഞാല് നമ്മൾ ഡാൻസ. ഓക്കെ, റൂഹ് കാലിബുമേ, റൂഹ് കാലിബുമേ എന്തായി തീർന്നു? ഹോഗൈ ആയിത്തീർന്നു. എന്തായി തീർന്നു? ബേചൈൻ. എന്താണ്? ബേചൈൻ. ബേചൈൻ എന്ന് പറഞ്ഞാല് അസ്വസ്ഥമായി തീർന്നു, അസ്വസ്ഥമാകാൻ, അസ്വസ്ഥമായി കൊണ്ടിരുന്നു, അസ്വസ്ഥമായി തീർന്നു. ഓക്കെ, നഹോ, അപ്പൊ എന്താ പറയണത്? നഹോ അഗർ കലാം, കലാം ഹോന എന്ന് പറഞ്ഞാല് സംസാരിക്കുക, കലാം ഹോന എന്ന് പറഞ്ഞാല് സംസാരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. ബാത് കർണ എന്നാണ്, ബാത് കർണയൊക്കെ മായന കേട്ടോ. അപ്പൊ നമുക്ക് അഗർ നഹോ എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിലും, എന്തില്ലെങ്കിലും, കലാം സംസാരം ഇല്ല എങ്കിലും, എവിടെ? ഫീമാബീൻ, അവർക്കിടയില്, ഫീമാബീൻ പറഞ്ഞാൽ അവർക്കിടയിൽ സംസാരം ഇല്ല എങ്കിലും. റൂഹ് കാലിബ് മേ ഹോ ഗയി ബേചൈൻ, എന്താണ്? പിന്നെ റൂഹ്, ആത്മാവ്, ആത്മാവ് ശരീരത്തിൽ എന്ത് ചെയ്തു?
അസ്വസ്ഥമായി തീർന്നു മനസ്സിലായില്ലേ? അപ്പൊ എന്ത് ചെയ്തു, ഇവർ തമ്മിൽ എന്ത് ചെയ്തു, എന്താ പ്രണയത്തിന്റെ ആദ്യ ഘട്ടമാണെന്ത്, ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നതാണ്, അസ്വസ്ഥമാകുന്നതാണ് അല്ലെ. പരസ്പരം അറിയുന്നതിന് സംഗമത്തിന് മുമ്പ് എന്തുണ്ടാവുന്നതാണ്, ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ എന്താവുന്ന ബേചൈനി ബേഖറാരി ഉണ്ടാവല് ലാസിമിയെ അല്ലെ. ഓക്കെ, നോക്കാം അടുത്തത്. ഇവിടെ ഉൽഫത്ത് മുഅന്നസ് ആയിട്ടില്ലേ, പക്ഷെ നിങ്ങൾ അതില് അവിടെ മുസക്കറായിട്ട് കൊടുത്തു കേട്ടോ. തെരി ഉൽഫത്ത്, തെരി ഉൽഫത്ത് ജ്യോതി തീരെ ഉൽഫത്ത് സോറി കേട്ടോ, സോറി തീര് പറഞ്ഞാൽ അമ്പ് അല്ലേ, തീര് പറഞ്ഞാൽ അമ്പ്. തീരെ ഉൽഫത്ത് എന്ന് പറഞ്ഞാലോ പ്രണയമാകുന്ന ആ അമ്പ് അല്ലേ. ജോത്ത ലഗാകാരി നോക്കൂ, തീരെ ഉൽഫത്ത് ജോത്ത ലഗാകാരി, തീരെ ഉൽഫത്ത് ജോത്ത ലഗാകാരി. നോക്കൂ, ഇതിലെ വാക്കുകളും അതുപോലെ തന്നെ ഈ വരികളും മിസ്രകളും ഷെയറുകളും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, अजबर कर लेना चाहिए, हिफ्ज कर लेना चाहिए, वरना आपको इम्तिहान में उसका सही मायने में लिख नहीं पाएंगे आप. ओके, अश्क से बेसाख्ता होए जारी അപ്പൊ തീരെ ഉൽഫത്ത് ജോതാ ലഗാ കാരി, തീരെ ഉൽഫത്ത് പ്രണയമാകുന്ന അമ്പിലെ, പ്രണയമാകുന്ന അമ്പ് കണ്ണിൽ നിന്ന് വരുന്ന അമ്പില്ലേ, തീർ പറഞ്ഞ അമ്പ്, തേര് എന്നാണ് കേട്ടോ, തീരെ ഉൽഫത്ത്. എനിക്ക് തെറ്റിയതാണ്, നമ്മുടെ അലിഫ് അവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ അലിഫ് എന്ത് ചെയ്യണം, വെട്ടിക്കളയണം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ നോക്കുമ്പോ വേറെ അർത്ഥാണ് വെച്ചിരുന്നത്. അപ്പൊ തീരെ ഉൽഫത്ത് എന്ന് പറഞ്ഞാല് പ്രണയത്തിന്റെ അമ്പ്, ജോ ലഗ എന്ന് പറഞ്ഞാൽ ഏൽക്കുക, കാരി പറഞ്ഞാലോ ആഴത്തിൽ, ഗഹര ആഴത്തിൽ കൊള്ളേനടുത്ത് കൊല്ല അല്ലെ. തീർ പറഞ്ഞാൽ തീരെ ഉൽഫത്ത്. അപ്പൊ എങ്ങനെയാണ് തീരെ ഉൽഫത്ത് കാരി ലഗ എന്താണ്, തീരെ ഉൽഫത്ത് കാരി ലഗ്ന എന്ന് പറഞ്ഞാല് എന്നർത്ഥം പ്രണയത്തിന്റെ അമ്പ് ആഴത്തിൽ ഏൽക്കുക. ലഗ്ന എന്ന് പറഞ്ഞാൽ എന്താണ്, ഏൽക്കുക എന്നർത്ഥം അല്ലെ, തട്ടുക എന്നാണ് അർത്ഥം അല്ലെ. തീരെ ഉൽഫത്ത് ജോ ലഗാകാരി ലഗാത്ത എന്ന് പറഞ്ഞാല് പ്രണയത്തിന്റെ അമ്പ് ആഴത്തിൽ ഏറ്റപ്പോൾ എന്ത് സംഭവിച്ചത്, അഷ്ക് സേ, ഈ പ്രണയത്തിന്റെ ഏറ്റവും വലിയ ഘട്ടമാണ്. ആദ്യം എന്ത് ചെയ്യുന്നതാണ്, ഒന്ന് മുലാഖാത്ത് ഉണ്ടാവും, പിന്നെ അതിനുശേഷം എന്താണ്, പിന്നെ ഒരു ഇതാണ് കണ്ണുനീര് ആസുബഹാന എന്നുള്ളത്, അതാണ് നമ്മുടെ വരുന്നത് കേട്ടോ. അഷ്ക് സേ കണ്ണുനീരുകളായിട്ട് എന്ത് ചെയ്തു, ബേസാഖ്ത ബേസാഖ്ത എന്ന് നമ്മളിപ്പോ പഠിച്ചു അല്ലെ. ബേസാഖ്ത എന്ന് പറഞ്ഞാല് പിന്നെ സ്വമേധയ, നിയന്ത്രണമില്ലാതെ എന്ത് ചെയ്യുക, സ്വമേധയ നമുക്ക് നിയന്ത്രണം, നമ്മൾ കാട്ടിക്കൂട്ടല്ലാതെ എന്ന് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ബേസാഖ്തഗി പായിജാതി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വാഭാവികതയിൽ എന്ത് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾക്കറിയാം, അത് പറയണല്ലേ. ബേസാഖ്തി പറഞ്ഞാൽ നമ്മൾ കരുതി കൂട്ടിയിട്ടല്ല, നമ്മൾ നിയന്ത്രണം. ഉദാഹരണത്തിന് നമ്മളുടെ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും എന്ത് ചെയ്യാണ്, നമ്മളോട് യാത്ര പറയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്കൂളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഫെയർവെൽ നമ്മൾ ചെയ്യാണ്. അപ്പൊ ഇവിടെ വാങ്ങൽ ഇതുണ്ടാവില്ലേ, ഇവിടെ വാങ്ങുന്ന ആ പ്രോഗ്രാമിൽ വളരെ വികാരനിർഭരമായിരിക്കും അല്ലെ. ആ സമയത്ത് നമ്മൾ പരസ്പരം കരയും, കെട്ടിപ്പിടിക്കും. ഇതൊക്കെ എന്താണ്, സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിലെന്തില്ല, അതിൽ കാട്ടിക്കൂട്ടലുകൾ ഇല്ല അല്ലെ. അപ്പൊ തീരെ ലഗാകാരി എന്താണ്, പ്രണയത്തിന്റെ അമ്പ് ആഴത്തിൽ ഏറ്റപ്പോൾ, അഷ്ക് സേ കണ്ണുനീരുകളായിട്ട്, ബേസാഖ്ത സ്വമേധയാ എന്താണ്, സ്വമേധയാ ഹോയി ജാരി ഹോന എന്ന് പറഞ്ഞാൽ ഒഴുകുക, ജാരി ഹോന ബഹന കേട്ടോ, ജാരി ഹോന എന്ന് പറഞ്ഞാൽ ബഹന ഒഴുകുക എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ എന്താണ്, തീരെ ഉൽഫത്ത് ബഹന കേട്ടോ, ബഹന. അപ്പൊ എന്താ, തീരെ ഉൽഫത്ത് ജോത്ത ലഗാകാരി എന്താണ്, പ്രണയത്തിനുമാകുന്ന അമ്പ് ആഴത്തിൽ ഏറ്റപ്പോൾ കണ്ണുനീരുകളായിട്ട് സ്വമേധയാ ഒഴുകി. കണ്ണുനീരായിട്ട് എന്ത് ചെയ്തു, അത് കണ്ണുനീരായിട്ട് എന്ത് ചെയ്തു, കണ്ണുനീരുകളിലൂടെ എന്ത് ചെയ്തു, ഒഴുകി. എന്നിട്ടോ
സാമ്നെ വോ കടി തീ. അപ്പോഴത്തെ ഇതൊക്കെ എന്താണ് പരസ്പരം കണ്ടുമുട്ടുന്ന ഫസ്റ്റത്തെ ആ സീനാട്ടോ. പിന്നെ സാമ്നെ വോ കടി തീ മാഹി മുനീർ. സാമ്നെ 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 वो कड़ी थी, वो कड़ी थी माही मुनीर. माही मुनीर माही मुनीर चुप कटाता सूरत तस्वीर. चुप चुप कटाता चुप कटाता चुप कटाता कटाता मैं सूरत तस्वीर में सूरत തസ്വീർ. നോക്കൂ, സാമ്നെ വോ കടി തീ മാഹി മുനീർ. മാഹിറ ചന്ദ്രൻ, മുനീറാണ് പ്രശോഭിക്കുന്ന ചന്ദ്രൻ. ആ പ്രശോഭിത മാഹി മുനീർ പറഞ്ഞാല് പിന്നെ പ്രശോഭിതമായ ആ ചന്ദ്രന് സാമ്നെ കടി തീ വോ മാഹി മുനീർ സാമ്നെ. അപ്പൊ എന്തിനാ വോ ഒന്ന്, സാമ്നെ മാഹി മുനീർ അല്ലെ 2 3 4 അല്ലെ. ആ വോ മാഹി മുനീർ സാമ്നെ കടിയെത്തി. ആ ചന്ദ്രനെ പോലെ മുഖമുള്ള, അതായത് പ്രശോഭിതമായ ആ ചന്ദ്രൻ അല്ലെ, ചന്ദ്രിക. ചന്ദ്രിക എന്ത് ചെയ്തു, എവിടെ ഉണ്ട്, മുമ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനോ ഓരോ എന്ത് ചെയ്യുന്നു, മുമ്പിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ചന്ദ്രനെ പോലത്തെ മുഖമുള്ള സുന്ദരിയായ സ്ത്രീ എന്ത് ചെയ്യുന്നു, മുമ്പിൽ എന്ത് ചെയ്യുന്നു, കടിയെത്തി നിൽക്കായിരുന്നു. ഞാനോ ചുപ്പറ ശാന്തമായിട്ട് നിശബ്ദമായിട്ട് മൂകമായിട്ട് കടാത്ത നിൽക്കുകയായിരുന്നു. ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. എങ്ങനെ ഞാന് എങ്ങനെ സൂറത്ത് പറഞ്ഞാൽ പോലെ, സൂറത്ത് പറഞ്ഞാല് പോലെ. സൂറത്തെ തസ്വീർ പറഞ്ഞാലോ ചിത്രം പോലെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ചിത്രം അനങ്ങോ ഇല്ല, ചിത്രം പോലെ നിശ്ചലമായിട്ട് മൂകമായിട്ട് ഞാൻ നിൽക്കുകയായിരുന്നു. എങ്ങനെയാണ് സാമ്നെ. ഇതൊക്കെ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യണം, ആ 2 ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യണം, വരണം. അപ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അത് മനസ്സിലായി നിങ്ങൾക്ക് ഇതാവുള്ളൂ. അപ്പൊ സാമ്നെ വോ മാഹി മുനി കടിയെത്തി, മുമ്പിൽ എന്ത് ചെയ്യുന്നു, ആ പിന്നെ പ്രശോഭിതമായ ആ ചന്ദ്രൻ നിൽക്കായിരുന്നു. ഞാനോ ചുപ് കടാത്ത നിശബ്ദമായിട്ട് നിൽക്കുകയായിരുന്നു, മുഖമായിട്ട് നിൽക്കുകയായിരുന്നു. ഞാൻ സൂറത്തെ തസ്വീർ. സൂറത്തെ തസ്വീർ എന്ന് പറഞ്ഞാല് ചിത്രം പോലെ, ചിത്രം എന്ന പോലെ ഞാൻ എന്ത് ചെയ്യുന്നു, നിശബ്ദമായിട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ അടുത്തത് താബ്. ഇവിടെ നേരത്തെ ശ്രദ്ധിക്കണ്ടല്ലോ ഈ വാക്കിന്റെ പ്രയോഗങ്ങൾ. ഈ വാക്കുകളും ഈ പ്രയോഗങ്ങളും നിങ്ങൾ നേരത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറുദു പഠിക്കാൻ വേറെ ബുക്ക് വായിക്കണോ മറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാ വാക്കുകളും എല്ലാ പ്രയോഗങ്ങളും ഈ 100 വരിയിൽ നീണ്ട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാനും വായിക്കാനും ആസ്വദിക്കാനൊക്കെ കഴിവ് നിങ്ങൾക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, എന്താ പറയുന്നത്, താബ് നസാര ഇത്നി ലാസക്ക, ഇത്നി ലാ ന सका. ताब नजारा इतनी ला न सका के इशारे से भी बुला न सका. താബ് നസാര ഇത്തിനി ലാന സക്ക. താബ് ലാന എന്ന് പറഞ്ഞാൽ സഹിക്കുക. താബ് ലാന എന്ന് പറഞ്ഞാല് സഹിക്കുക. താബ് നലാക്കർ മൗത്ത് സെ ഹം കന ദോച്ചാർ ഹോയി എന്ന് പറയാറില്ലേ. താബ് ലാന എന്ന് പറഞ്ഞാല്, താബ് ലാന പറഞ്ഞാല് സഹിക്കുക എന്നാണ് അതിന്റെ അർത്ഥം ട്ടോ. താബ് നസാര കാണാനെന്തില്ല, ഇത്തിരി നസാര ഈ ദൃശ്യം ഈ കാണല്. താബ് നസാര ലാന എന്ന് പറഞ്ഞാലോ നസാര ഈ നോക്കലില്ലേ, ഈ നോക്കൽ എന്തില്ല, സഹിക്കാൻ കഴിഞ്ഞില്ല. അതായത് ഈ ദൃശ്യം എന്തില്ല, സഹിക്കാൻ കഴിഞ്ഞില്ല. ഇത്രമാത്രം പോലും എന്തില്ല, ഈ നോട്ടം എന്തില്ല, അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എത്രമാത്രം അതായത് ഇത്രമാത്രം പോലും അവർക്ക് എന്തില്ല, ഇത് നോക്കൽ എന്തില്ല, സഹിച്ചില്ല. പരസ്പരമുള്ള കണ്ടുമുട്ടൽ എന്തില്ല, അവർക്ക് സഹിച്ചില്ല. നസാര എന്ന് പറഞ്ഞാൽ കാണുക കേട്ടോ. നസാര എന്ന് പറഞ്ഞാൽ കാണൽ. ഈ കാണൽ എന്തില്ല, അവർക്ക് ഈ പരസ്പരം കണ്ടുമുട്ടിയപ്പോഴുള്ള അല്ലേ, അത് അവർക്ക് പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ എന്തില്ല, സഹിച്ചില്ല, താങ്ങാനായില്ല. ഇത്ര പോലും അവർക്ക് എന്തില്ല, താങ്ങാനായില്ല. ഈ പരസ്പരം കണ്ടുമുട്ടിയുള്ള ആ ദൃശ്യല്ലേ, ആ ദൃശ്യം അവർ ഇത്രമാത്രം അവർക്ക് എന്തില്ല, കാണാൻ
സഹിക്കാനായില്ല, താങ്ങാനായില്ല. ഇഷാരെ സെ ബി ബുലാന സക്ക, എന്താണ് ഒരു ആംഗ്യം കാണിച്ച്. ഇഷാര എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗ്യം അല്ലെ. ഇഷാര എന്ന് പറഞ്ഞാല് സൂചന അല്ലെങ്കിൽ ആംഗ്യം. ആംഗ്യം അല്ലെങ്കിൽ സൂചന എന്നാണ് ഇതിനർത്ഥം. പിന്നെ ഇഷാറിന്റെ അർത്ഥം. ഇഷാരെ സെ ബി, ആംഗ്യം കൊണ്ടുപോലും എന്തില്ല, ബുലാനസക്ക, വിളിക്കാൻ എന്തില്ല, സാധിച്ചില്ല. ബുലാന എന്ന് പറഞ്ഞാൽ വിളിക്കുക, ബുലാനസക്ക എന്ന് പറഞ്ഞാൽ വിളിക്കാൻ സാധിച്ചില്ല. താബ് നസാര ഇത്തിനി ലാനസക്ക, ഇഷാരെ സെ ബി ബുലാനസക്ക, വിളിക്കാൻ എന്താണ് ആംഗ്യം കാണിച്ചിട്ട് പോലും ഒന്നും ഇതില്ല, വിളിക്കാൻ സാധിച്ചില്ല. കാരണം ഇവർ പരസ്പരം കണ്ടുമുട്ടിയത് കാരണം കൊണ്ട് അവർ ആ കാഴ്ചല്ലേ, ചിലപ്പോ പിന്നെ ഉദാഹരണം മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹ് എന്ത് ചെയ്തു, കാണാൻ പോയില്ലേ. അപ്പൊ എന്തില്ല, കാഴ്ച അവർക്ക് എന്തെങ്കിലും താങ്ങാൻ സാധിച്ചില്ല, അവരെന്ത് ചെയ്തു, ബോധം വിട്ടു പോന്നു. ഏകദേശം അതേമാതിരി നമ്മൾ ഇവിടെ ചിന്തിച്ചാൽ മതി. താബ് നസാര ഇത്തിനി ലാനസക്ക, ഇത്ര പോലും അവർക്ക് പരസ്പരം കണ്ടുമുട്ടിയിട്ട് അവർ ആ കാഴ്ച അവർക്ക് എന്തില്ല, സഹിക്കാനായില്ല. ഇവർക്കും ഇവരവർക്കും. കാരണം എന്താണ്, എത്രമാത്രം ചോദിച്ചാല് അവർക്ക് എന്താണ് പറയൂ, ആംഗ്യം കൊണ്ട് പോലും, ആംഗ്യം കാണിച്ചിട്ട് പോലും, ആംഗ്യത്തിലൂടെ പോലും എന്തില്ല, വിളിക്കാൻ, ബുലാന എന്ന് പറഞ്ഞാൽ വിളിക്കാൻ അവർക്ക് എന്തില്ല, സാധിച്ചില്ല. എന്നിട്ടോ അപ്പുറത്തെ ദൃശ്യം ഒന്നുകൂടി. അടുത്തത് ദേഖ്താ ഉസ്കോ മീ ബാർ ബാർ താ, ദേഖ്താ താ, ഞാൻ നോക്കുമായിരുന്നു, നോക്കുമായിരുന്നു. ദേഖ്താ എന്ന് പറഞ്ഞാല് നോക്കുമായിരുന്നു. ഉസ്കോ ദേഖ്താ ഉസ്കോ ആര്, ബാർ എങ്ങനെ, ബാർ കൂടെ ബാർ പറഞ്ഞാൽ ഈ നോക്ക, ബാർ നീ ആത്ത എന്ന് പറഞ്ഞാൽ ഈ സന്ദർഭം വീണ്ടും വരില്ല, എപ്പോഴും വരില്ല എന്ന് പറയാറില്ലേ. ബാർ താമേ ദേഖ്താ ഉസ്കോ ബാർ താമേ, ഞാൻ അവളെ നോക്കുമായിരുന്നു. ദേഖ്താത്ത നോക്കുമായിരുന്നു. ബാർ കൂടെ ഞാൻ അവളെ നോക്കുമായിരുന്നു. ഉസ്കോ അവളെ ഞാൻ കൂടെ ഞാൻ നോക്കുമായിരുന്നു. എങ്ങനെയാണ് എന്റെ അവസ്ഥ എന്താ അറിയോ? മഹവ് എന്ന് പറഞ്ഞുതരാം. മഹവേ ഉസ്നെ ജമാലേ യാർ താമേ ദേഖ്താ ഉസ്കോ ബാർ താമേ, ഞാൻ അവളെ കൂടെ നോക്കുമായിരുന്നു. അങ്ങനെ കൂടെ ഞാൻ അവളെ നോക്കുമായിരുന്നു. ഞാൻ ആരാ, മഹവ് ഓന എന്ന് പറഞ്ഞാൽ ലയിക്കുക എന്നാണ് അർത്ഥം. മഹവ് ഓന എന്ന് പറഞ്ഞാല് ലൈക്കോ ജാന ഫന ഹോന ഒക്കെ പറയില്ലേ, അതിനാണെന്ന് പറയാ. നമ്മളൊരു കാര്യത്തിൽ നമ്മൾ ഓ ടി വി പ്രോഗ്രാമെ മഹബൂ ഹോഗയ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ ലയിച്ചു പോയി എന്നാണ് ഇതിന്റെ അർത്ഥം അല്ലേ. ഇവിടെ എന്തിനാ ലയിച്ചു പോണത്? മൂപ്പര് പറയാണ് മഹബേ ഹുസ്നെ ജമാലേ യാർ താമേ, ഞാൻ എന്ത് ചെയ്യുന്നു, യാറിന്റെ സൗന്ദര്യം, കാമുകിയുടെ സൗന്ദര്യത്തിൽ ഞാൻ ലയിച്ചു പോയി. ഹുസ്നെ ജമാൽ എന്ന് പറഞ്ഞാല് അതിസൗന്ദര്യം, ഹുസ്നയുടെ സൗന്ദര്യം, ജമാൽ പറഞ്ഞാല് സൗന്ദര്യം. അതാണ് യാറിന്റെ അതിസുന്ദരമാ ആ സൗന്ദര്യത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ലയിച്ചു പോയിരിക്കുകയായിരുന്നു. ഞാന് ലയിച്ചു പോയിരിക്കുകയാണ്. അപ്പൊ എന്താ ഒന്നും പറയുന്നു, ഉസ്കോ ബാർ താമേ, ഞാൻ അവളെ കൂടെ ഞാൻ എന്തുമായിരുന്നു, നോക്കുമായിരുന്നു. ഒന്നിനു പുറകെ കണ്ടെടുക്കോതെ അവളെ തന്നെ ഇങ്ങനെ കൂടെ ഞാൻ നോക്കുമായിരുന്നു. മഹവേ ഉസ്നെ ജമാലേ യാർ താമേ, മഹവേ ഉസ്നെ ജമാലേ യാർ താമേ, ഞാൻ എന്ത് ചെയ്യുന്നു, യാറിന്റെ സൗന്ദര്യത്തില് മുഴുകിയിരിക്കുകയായിരുന്നു. അപ്പോഴത്തെ മുപ്പെട്ട അവസ്ഥ. മഹബുഹോന എന്ന് പറഞ്ഞാല് ലയിക്കുക, ഒന്നിൽ മുഴുകുക ഒക്കെ എന്നാണ് അതിന്റെ അർത്ഥം. നോട്ട് ചെയ്യണം. മഹവറിനെ ലയിക്കുക, എന്തിൽ ലയിക്കുക? സൗന്ദര്യത്തില്. ആരുടെ സൗന്ദര്യത്തില്? യാറ്, സുഹൃത്തിന്റെ. മനസ്സിലായോ? അപ്പൊ ഇതങ്ങനെ സുഹൃത്തിന്റെ സൗന്ദര്യത്തിൽ ലയിച്ച് ഇരിക്കുകയായിരുന്നു ഞാൻ കേട്ടോ, മറന്നു പോകരുത്. അപ്പൊ അടുത്തത് ഗോ എന്ന് പറഞ്ഞാൽ അകർച്ചെ എന്നാണ് അർത്ഥം. അകർച്ചെ എന്ന് പറഞ്ഞാൽ ആയിട്ട് കൂടി, ഇൻ സ്പൈറ്റ് ഓഫ് എന്ന് ഇംഗ്ലീഷ് പറയില്ലേ, അതിനാണ് പറയാ അകർച്ചെ എന്ന് പറഞ്ഞാൽ. ഗോ എന്ന് പറഞ്ഞാൽ എന്നിട്ട് കൂടി. മേ ഞാന് എന്തിരിക്കുന്നു, രോക്കെ ഹോയെ ഹേട്ടോ, രോക്കെ ഹോയെ ഹേ, हजार हाँ, गो में रोके हुए हैं हजार हाँ, दिल पर लेकिन न इख्तियार रहा, दिल पर लेकिन न इख्तियार रहा, ना इख्तियार
രഹ ഗോ ഗോ എന്ന് പറഞ്ഞാൽ ആയിട്ട് കൂടി മേ രോക്കെ ഹോയി ഹേ ഞാൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ്, ഞാൻ രോക്കിന എന്ന് പറഞ്ഞാൽ തടയുക, രോക്കെ ഹോയി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഹസാർഹ ഹസാർഹ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് തവണ എന്ന് പറഞ്ഞാല് ഹസാർ ബാറിന് പറയുന്നതാണ് ഹസാർഹ. ഹസാർഹ ഒരുപാട് തവണ എന്ന് പറയില്ലേ, അതിന് ഉറുദുവിൽ പേർഷ്യൻ രൂപത്തിൽ പറയും ഹസാർഹ ആയിരക്കണക്കിന് പ്രാവശ്യം, ആയിരക്കണക്കിന് തവണ ഞാൻ, അതായത് കണ്ടമാൻ നന്നായിട്ട് ഞാൻ തടഞ്ഞു വെച്ചിരിക്കുകയാണെങ്കിലും കൂടി തടഞ്ഞു വെച്ചിട്ട് കൂടി ഗോ മേ ഗോ എന്ന് പറഞ്ഞാൽ ആയിട്ട് കൂടി മേ രോക്കെ പോയി തടഞ്ഞു വെച്ചിരിക്കുകയാണ്, നിയന്ത്രിച്ചിരിക്കുകയാണ്. ഹസാർ ഒരുപാട് നിയന്ത്രിച്ചിട്ട് പോലും ദിൽ പർ മനസ്സിന്റെ മേലിലെ ലേക്കിൻ പക്ഷേ എന്തില്ല ന ഇഖ്തിയാർ രഹ നിയന്ത്രണം ഇല്ലായിരുന്നു. എന്നാൽ ഇഖ്തിയാർ രഹന എന്ന് പറഞ്ഞാൽ നിയന്ത്രണം ഉണ്ടാവുക. ഇഖ്തിയാർ രഹന എന്ന് പറഞ്ഞാല് ഇഖ്തിയാർ ഹോന എന്ന് സാധാരണ കേട്ടോ, നിയന്ത്രിക്കുക എന്ന് പറയാം. തന്നെ ഇഖ്തിയാർ ഹോന എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക. ദിൽപർ ലേക്കിൻ ഇഖ്തിയാർ രഹ മനസ്സിന്റെ മേലെ എനിക്ക് നിയന്ത്രണം ഇല്ലായിരുന്നു. അങ്ങനെയല്ലേ പ്രണയം എന്ന് പറഞ്ഞാല് അത് നല്ല വാലിബ് പറഞ്ഞില്ലേ, അത് ബുജായി നെയ് ബുജ്തി ലഗേ നെയ് ലഗാത്തെ ലഗ്തെ എന്ന് പറയാറില്ലേ, എത്ര കൊടുത്താലും അതെന്താണ് അങ്ങനത്തെ ഒരു ആകാണ് പ്രണയം എന്നുള്ളത്. അങ്ങനത്തെ എന്താണ് ഒരു തീയാണ്, ആ തീയ നമ്മൾ ഇത് ഒന്ന് കൊടുത്തു വെച്ചിട്ട് നമ്മൾ കത്താനും പോണില്ല, കത്തിയാലോ അത് കടാനും പോണില്ല. അതായത് നമ്മളുടെ കാമുകന്മാര് പരസ്പരം ഒരു സ്ത്രീ പുരുഷൻ പരസ്പരം പ്രണയത്തിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരുടെയും മനസ്സിനെന്തുണ്ടാവില്ല, നിയന്ത്രണം ഉണ്ടാവുകയില്ല. കാരണം അവരുടെ കയ്യിൽ നിന്നും അത് നിയന്ത്രണം വിട്ടുപോയിട്ടുണ്ട് അല്ലെ. അവർ നിയന്ത്രിച്ചാലും അവർക്ക് എന്താവില്ല, താങ്ങാൻ കഴിയില്ല. അതേ അവസ്ഥയാണ് ഷൗക്കിന് ഇപ്പൊ വന്നിരിക്കുന്നത്. ഷൗക്ക് പറയാണ് ഞാന് ഒരുപാട് തവണ നിയന്ത്രിച്ചിട്ട് കൂടി, രോക്കിന എന്ന് പറഞ്ഞാൽ തടയുക, രോക്കെ തടഞ്ഞു വെച്ചിട്ട് പോലും ദിൽപർ പക്ഷെ മനസ്സിൽ ലേക്കിൻ ദിൽപർ മനസ്സിന് മേലെ എനിക്ക് നിയന്ത്രണം ഇല്ലായിരുന്നു. കാരണം എനിക്ക് കൈവിട്ടു പോയിരിക്കുന്നു. കാരണം വികാരം എന്ത് ചെയ്യുന്നു, എന്റെ നിയന്ത്രണത്തിൽ അല്ല, മനസ്സിന്റെ കാര്യങ്ങൾ എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. കാരണം എന്ത് ചെയ്യുന്നു, തീരെ ഉൽഫത്തിലേക്ക് എന്തിലേക്കുണ്ട് പ്രണയമാകുന്ന അമ്പന്തിക്കണം. ഉൽഫത്ത് പറഞ്ഞാൽ പ്രണയാട്ടം, ഞാൻ മറന്നുപോയി. ഉൽഫത്ത് പറഞ്ഞാല് പ്രണയ മുഹബത്ത് ഒക്കെ കേട്ടോ, അപ്പൊ മനസ്സിൽ എന്തുണ്ടായിരുന്നില്ല, എനിക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. അപ്പോ എന്താ സംഭവിക്കണം, ഇത് രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടിയപ്പോഴുള്ള അവസ്ഥയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഒറ്റ വരി കൂടി നമുക്കുണ്ട് പഠിക്കാൻ, നോക്കാം എന്താണ് അത്. उसी सूरत से हो गई जब शाम അല്ലേ, ഷാം എന്ന് പറഞ്ഞതാണ്. സൂറത്ത് പറഞ്ഞ രൂപം നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ സൂറത്തിന് എന്ത് അർത്ഥമുണ്ട്, രീതി എന്ന അർത്ഥമുണ്ട്. കിസി സൂറത്തുമേ തസ്കീ നെഹി ഹോയി എന്ന് പറഞ്ഞതാണ്, ഒരു നിലക്ക് സമാധാനം ഉണ്ടായി കിട്ടിയില്ല. സുക്കൂൻ ആയെന്ന് പറഞ്ഞാൽ ഒരു നിലക്കും ഒരു രീതിയിലും നിൽക്കുന്നില്ല. കിസി തര എന്ന രീതി എന്ന അർത്ഥം ഇതിനുണ്ട്, സൂറത്തിന്റെ രൂപം എന്നതിന് പുറമെ കേട്ടോ. സൂറത്തിന് പിന്നെ എന്ത് അർത്ഥമുണ്ട്, പോലെ എന്ന അർത്ഥമുണ്ടല്ലേ, ഏതുപോലെ സൂറത്തി തസ്വീർ ചിത്രം പോലെ അല്ലെ, അവിടെ പഠിച്ചില്ലേ ഇപ്പൊ കുറച്ചു മുമ്പ്. ഓക്കെ, അപ്പൊ എന്താണ് സൂറത്തിന് ഒന്ന് രീതി, മറ്റൊന്ന് രൂപം, മറ്റൊന്ന് പോലെ, മൂന്നർത്ഥം നിങ്ങൾ പഠിച്ചിരിക്കുന്നു ഈ പതില്. അപ്പൊ നോക്കി അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാതും കിട്ടുന്നതാണ് അതിനർത്ഥം. ഉസീ സുഹൃത്ത് ഇതേ നിനക്ക് അത് പരസ്പരം ഉണ്ടാതെ മുഖത്തോട് മുഖം നോക്കിയിട്ട് അതുപോലെ തന്നെ നിശ്ചലമായിട്ട് പരസ്പര സൗന്ദര്യം അങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ എന്ത് കാമുകമാരിങ്ങനെ നിൽക്കുകയാണ് അല്ലെ. ഉസീ സുഹൃത്ത് ആ നിലക്ക് എന്ത് ചെയ്തു, ഹോഗയി തീർന്നു, ആയി തീർന്നു. എന്ത് ഷാം ഹോഗി ജബ് അപ്പോൾ ഷാം ഹോഗി, ഷാം വൈകുന്നേരം, സായഹനം ആയപ്പോൾ, വൈകുന്നേരം ആയപ്പോൾ ലായി ഇവര് പരസ്പരം ഒരുപാട് നേരം ഇത് പരസ്പരം ഇങ്ങനെ എന്ത് ചെയ്തു നോക്കി നിന്നു. കൂട്ടുകാരികൾ അവിടെ എന്തെങ്കിലും കളിക്കണുണ്ട്. ഇതേ രീതിയിൽ തന്നെ എന്ത് ചെയ്തു, വൈകുന്നേരമായി. അപ്പോ ഇവർ പരസ്പരം കണ്ടുമുട്ടിയിട്ട് അതേ നിലപ്പ് പരസ്പരം നിശ്ചലമായിട്ട് പരസ്പരം എന്ത് ചെയ്യണം, അന്യോന്യം ഇങ്ങനെ എന്ത് ചെയ്യാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നോക്കി ഇതേ രീതിയിൽ എന്ത് ചെയ്തു, വൈകുന്നേരം ആയപ്പോൾ തീർന്നു. അപ്പോൾ ലായി കൊണ്ടുവന്നു പാസ് അടുത്ത്, ആരുടെ പിന്നെ മെഹ്ജബിന്റെ അടുത്ത് കൊണ്ടുവന്നു. ഒരാളാര് കനീസ് പറഞ്ഞ വേലക്കാരി, ഭൃത്യ അല്ലെ, ഭൃത്യ എന്ത് കൊണ്ടുവന്നു. എന്ത് കൊണ്ടുവന്നു, സന്ദേശം ചെയ്തു കൊണ്ടുവന്നു. എന്താണ് കനീസ്
पियाम उसके उसके कनीസ് उसके पास पियाम ലായി പിയാം എന്ന് പറഞ്ഞാൽ പൈആം എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവർക്കും അറിയാം അല്ലേ മെസ്സേജ് സന്ദേശം അല്ലേ മെസ്സേജ് എന്ത് ചെയ്തു കൊണ്ട് ഉസി സൂറത്ത് സെ ഓ ഗയി ജബ് ഷാം അതേ നിലക്ക് എന്ത് ചെയ്തു വൈകുന്നേരമായി തീർന്നു വൈകുന്നേരമായപ്പോ ലായി പാസ് ഉസ്കെ എക് കനീസ് കനീസ് പറഞ്ഞാല് ഖാദിമ ഖാദിമ എന്ന് പറഞ്ഞാല് വേലക്കാരി ട്ടോ ഫാത്തിമ എന്ന് പറഞ്ഞ വേലക്കാരി ലായി ഉസ്കെ പാസ് എക് കനീസ് പിയാം ഒരു സന്ദേശം എന്ത് ചെയ്തു അവളുടെ അടുത്ത് എന്ത് ചെയ്തു കൊണ്ടുവന്നു ആ സന്ദേശം എന്തായിരുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം നോക്കാം ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു പരസ്പരം കണ്ടുമുട്ടി അവർ പരസ്പരം എന്ത് ചെയ്യാണ് അങ്ങനെ എന്ത് ചെയ്യാണ് ഒരു നിശ്ചലമായിട്ട് മൂകമായിട്ട് എന്താണ് ചെയ്യണമെന്ന് അറിയാതെ അവർ പരസ്പരം എന്ത് ചെയ്യാണ് അങ്ങനെ നിൽക്കുകയാണ് ആ സമയത്താണ് ആര് വരുന്നത് ഒരു കനീസ് വേലക്കാരി എന്ത് ചെയ്യുന്നത് വരുന്നത് അവർക്ക് എന്ത് ചെയ്യണം ഒരു സന്ദേശം എന്ത് ചെയ്തു എന്തോ ഒരു സന്ദേശം വന്നിട്ട് ആരുടെ ചവിട്ടിൽ പറയാണ് നമ്മളുടെ മെഹജബിയുടെ ചോട്ടിൽ പറയാണ് എന്താണ് ആ ചോട്ടിൽ പറഞ്ഞത് പിന്നെ ജാനിനെ के लिए मुलाहिजा फरमाए अगला क्लास अगला क्लास टॉप അടുത്ത ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യും നോക്കി ഓക്കെ അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താവുന്നതാണ് എന്താണ് ആ കനീസ് വന്നിട്ട് അവളോട് പറഞ്ഞത് എന്നിട്ട് അതിനുശേഷം എന്താണ് സംഭവിച്ചത് തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നതാണ് നമ്മൾ വിവരിക്കുന്നതാണ് മുജീബ് ദീജിയെ ഇജാസത്ത് ഖുദാ ഹാഫിസ് അസ്സലാമു അലൈക്കും